നമ്മൾ ഈ 40 days ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് സബ്ജക്റ്റ്, എന്താണ് വേർബ് എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയാവാം, ഒരു സാധനമാവാം, അല്ലെങ്കിൽ ഒരു സ്ഥലമാവാം. ഇതൊക്കെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. അതുപോലെ തന്നെ വേർബ്, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വേർബാണ്. ഓടുക, ചാടുക, ചിന്തിക്കുക, ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വേർബിൽ പെടും. അപ്പം നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ സബ്ജക്റ്റ് എന്നോ വേർബ് എന്നായിരിക്കും മെൻഷൻ ചെയ്യുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. അതുപോലെ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് നമുക്ക് ഹെൽപ്പിംഗ് വെർബുകൾ. നമ്മൾ നേരത്തെ ശ്രേയ പറഞ്ഞു വേർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയകൾ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളാണെന്ന്. അത് അൺകൗണ്ടബിൾ ആണ്, എണ്ണമറ്റതുണ്ട്. നമുക്ക് ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും. ഓക്കെ, അതിൽ വരുന്നതാണ് ഈസ്, ആം, ആർ, വാസ്, വേർ അങ്ങനെയൊക്കെ വരുന്നത്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ കുറേ മിസ്റ്റേക്സ് നമുക്ക് കുറയും.